പ്രിസർവേഷൻ ഓഫ് അൺആൾട്ടേർഡ് ഹാർഡ് പാർട്സ്. നമുക്കറിയാം ബോൺസ്, ടീത്ത് ഓഫ് വെർട്ടിബ്രേറ്റ് ഓർഗാനിസംസ്, വെർട്ടിബ്രേറ്റ് ആയിട്ടുള്ള ഓർഗാനിസംസ്, നട്ടെല്ലുള്ള ജീവജാലങ്ങളുള്ള ബോൺസും ടീത്തൊക്കെ പ്രിസർവ് ചെയ്യപ്പെടാൻ സാധ്യത കൂടുതലുള്ളതാണ്. ദ ഷെൽസ് ഓഫ് ഇൻവെർട്ടിബ്രേറ്റ്സ്, ഇനി അതല്ല നട്ടെല്ലില്ലാത്ത ജീവജാലങ്ങൾ, അവരുടെ ഷെല്ലുകളൊക്കെ സിംഗിൾ സെൽഡ് ഓർഗാനിസം, ഏകകോശ ജീവികളൊക്കെ പ്രിസർവ് ചെയ്യപ്പെടാൻ സാധ്യതകൾ ഉള്ളതാണ്. പ്രിസർവേഷൻ ഓഫ് അൺആൾട്ടേർഡ് ഹാർഡ് പാർട്സിൽ അത്രയേ ഉള്ളൂ. അൺആൾട്ടേർഡ് ആയിട്ടുള്ള ഹാർഡ് പാർട്സ് പ്രിസർവ് ചെയ്യപ്പെടുന്ന ഒരു രീതിയാണ്. മറ്റൊന്ന് കെമിക്കൽ ആൾട്ടറേഷൻ ഓഫ് ഹാർഡ് പാർട്സ്. ഈ കെമിക്കലായിട്ട് രാസപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഹാർഡ് പാർട്സുകൾ പ്രിസർവ് ചെയ്യപ്പെടാം. അതിലൊരു രീതിയാണ് പെർ മിനറലൈസേഷൻ. മറ്റൊന്ന് റീപ്ലേസ്മെൻറ്റ്, മറ്റൊന്ന് കാർബണൈസേഷൻ. എന്താണ് പെർ മിനറലൈസേഷൻ? ഹാർഡ് പാർട്സിൻ്റെ സുഷിരങ്ങളിൽ മിനറൽസ് ചേർന്ന ജലം നിക്ഷേപിക്കപ്പെടുന്നതിൻ്റെ ഫലമായി ഹാർഡ് പാർട്സിൻ്റെ ഭാരം കൂടുന്നു. അങ്ങനെ ഹാർഡ് പാർട്സിൻ്റെ ചില ഭാഗങ്ങളിൽ, ചില സുഷിരങ്ങളിൽ പുതിയ മിനറൽസ് നിക്ഷേപിക്കപ്പെടുന്നു. ആ രീതിയാണ് പെർ മിനറലൈസേഷൻ. ഫില്ലിംഗ് ഓഫ് പോർസ് ഇൻ ബോൺസ് ഷെൽസ്, ഷെല്ലിലും ബോണിലൊക്കെ ഉള്ള സുഷിരങ്ങൾ ഉണ്ടാകും. ആ സുഷിരങ്ങളിൽ മിനറൽസ് ലയിച്ച് ചേർന്ന സൊല്യൂഷൻ, ആ സൊല്യൂഷൻ കടന്നു പോവുകയാണെങ്കിൽ ആ സുഷിരങ്ങളിലൊക്കെ അവ ശേഖരിക്കപ്പെടുകയും അവ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന പദാർത്ഥത്തിന് പണ്ടുണ്ടായിരുന്ന പദാർത്ഥത്തേക്കാൾ ഭാരവും കൂടുതലായിരിക്കും. ഹെവിയർ ദാൻ ദ ഒറിജിനൽ മെറ്റീരിയൽ, പണ്ടുണ്ടായിരുന്ന ഒറിജിനൽ മെറ്റീരിയൽസിനെക്കാട്ടിലും ഭാരം കൂടുതലായിരിക്കും. അങ്ങനെയുള്ള പ്രവർത്തനത്തെ പറഞ്ഞ പേരാണ് പെർ മിനറലൈസേഷൻ. ഇതൊരു കെമിക്കൽ ആൾട്ടറേഷനാണ്, ഹാർഡ് പാർട്സിൻ്റെ ഒരു കെമിക്കൽ ആൾട്ടറേഷനാണ്. ഇങ്ങനെയും ഫോസിലുകൾ രൂപീകരിക്കപ്പെടാം. മറ്റൊന്ന് റീപ്ലേസ്മെൻറ്റ് പറഞ്ഞാൽ പേരിൽ തന്നെ അതിൽ അർത്ഥം വരുന്നുണ്ട്. സൊല്യൂഷൻ്റെ പ്രവർത്തന ഫലമായിട്ട് തന്നെയാണ് ഇത് ഉണ്ടാകുന്നത്. ഇതിലെ ഹാർഡ് പാർട്സ് ചിലപ്പോൾ അലിഞ്ഞിട്ടൊക്കെ ഇല്ലാണ്ടായി തീരും. പിന്നീട് രാസപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് പുതിയ വസ്തുക്കൾ അതിൽ നിറയ്ക്കുകയാണ്. പഴയതിനെ നീക്കം ചെയ്തിട്ട് പുതിയ വസ്തുക്കൾ അതിൽ നിറയ്ക്കപ്പെടുന്നു. മോളിക്യൂൾ ബൈ മോളിക്യൂൾ, മോളിക്യൂൾസിനെ നീക്കം ചെയ്തിട്ട് വേറെ മോളിക്യൂൾസ് ഇരിക്കുന്നു. ആറ്റമിനെ നീക്കം ചെയ്തിട്ട് വേറെ ആറ്റം അതിൽ കയറിയിരിക്കുന്നു. അങ്ങനെ ഉണ്ടാകുന്ന പ്രവർത്തനമാണ് റീപ്ലേസ്മെൻറ്റ്. ഏറ്റവും നല്ല ഉദാഹരണം പെട്രിഫൈഡ് വുഡ്. മരം നമുക്കറിയാം സെല്ലുലോസാണ് മരത്തിലുള്ളത്. മരത്തിൻ്റെ ചില ഭാഗങ്ങൾ നീക്കം ചെയ്യപ്പെട്ടിട്ട് അവിടെ സിലിക്കയോ കാൽസ്യം കാർബണേറ്റോ പൈറേറ്റോ നിക്ഷേപിക്കപ്പെടുന്നു. ഒന്നിനെ മാറ്റിയിട്ട് വേറൊന്ന് നിക്ഷേപിക്കപ്പെടുന്നു. അങ്ങനെ ഉണ്ടാകുന്ന പ്രവർത്തനമാണ് റീപ്ലേസ്മെൻറ്റ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് പെട്രിഫൈഡ് വുഡ്. ഊട്ടിയിലൊക്കെ എത്ര 15,000 ഒക്കെ വർഷം പഴക്കമുള്ള പെട്രിഫൈഡ് വുഡ് അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ടൂറിനൊക്കെ പോകുന്ന കുട്ടികൾക്ക് കാണാവുന്നതാണ്. മറ്റൊന്ന് കാർബണൈസേഷൻ. ബാഷ്പശീലമുള്ള വസ്തുക്കളായ ഹൈഡ്രജൻ, ഓക്സിജൻ തുടങ്ങിയ വസ്തുക്കൾ ബാഷ്പീകരിക്കപ്പെടുകയും ഒറിജിനൽ പദാർത്ഥത്തിൽ കാർബൺ മാത്രം അവശേഷിക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണിത് കാർബണൈസേഷൻ. preserves soft tissues of plants, animals as a thin carbon film, usually in fine-grained sediments. The volatile elements എന്ന് പറഞ്ഞെങ്കിൽ ബാഷ്പശീലമുള്ള ഹൈഡ്രജൻ, ഓക്സിജൻ ഒക്കെ of the organisms are distilled, leaving a residue of carbon to preserve. അത്തരത്തിലുള്ള പ്രവർത്തനത്തെ നമുക്ക് കാർബണൈസേഷൻ എന്ന് വിളിക്കാം. അപ്പോൾ 3 പ്രവർത്തനമാണ് കെമിക്കൽ ആൾട്ടറേഷനിൽ വരുന്നത്. 1 പെർ മിനറലൈസേഷൻ, 2 റീപ്ലേസ്മെൻറ്റ്, 3 കാർബണൈസേഷൻ. നേർത്ത തരികളോട് കൂടിയ ശിലയായ ഷെയിൽ പോലുള്ള ചില ശിലകളിൽ, അവസാദ ശിലകളിൽ ജീവികളുടെ മൃദുകലകൾ, അത് ജീവികളുടെ സോഫ്റ്റ് ടിഷ്യൂസൊക്കെ നേർത്ത കാർബൺ പടലത്തിൻ്റെ രൂപത്തിൽ സംരക്ഷിച്ച് കാണാറുണ്ട്. ഇതാണ്
കാർബണീകരണ പ്രക്രിയ അല്ലെങ്കിൽ കാർബണൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജൈവാംശങ്ങളിൽ അടങ്ങിയിട്ടുള്ള ജ്വലന വസ്തുക്കളായ ബാഷ്പശീലമുള്ള വസ്തുക്കളായ ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ സ്വേദനം ചെയ്ത് മാറ്റപ്പെടുകയും അവർക്ക് സ്വേദനം ചെയ്തിട്ട് മാറ്റപ്പെടുന്നു, അതാണ് ഡിസ്റ്റിൽഡ് ചെയ്ത് മാറ്റപ്പെടുകയും കാർബൺ ഒരു അവശിഷ്ടമായി യഥാർത്ഥ വസ്തുക്കളുടെ രൂപസാദൃശ്യത്തിൽ തന്നെ സംരക്ഷിക്കപ്പെടുന്നു. ഇത്തരം പ്രവർത്തനത്തെ വിളിക്കുന്ന പേരാണ് കാർബണൈസേഷൻ. ഷെയിൽ പോലുള്ള ചില ശിലകളിലാണ് ഇത്തരം പ്രവർത്തനങ്ങൾ കാണുന്നത്. ഇത്തരം ശിലകളിൽ സോഫ്റ്റ് ടിഷ്യൂസ് നേർത്ത കാർബൺ പഠനത്തിൻ്റെ രൂപത്തിൽ സംരക്ഷിച്ച് കാണുന്നു. ഈ പ്രവർത്തനത്തെ കാർബണീകരണം എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ കാർബണൈസേഷൻ എന്ന് വിളിക്കുന്നു. ജൈവാംശങ്ങളിൽ അടങ്ങിയിട്ടുള്ള ബാഷ്പശീലമുള്ള, അതായത് ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ സ്വേദനം ചെയ്ത് മാറ്റപ്പെടുക വഴി കാർബൺ ഒരു അവശിഷ്ടമായി, കാർബൺ അല്ലാത്ത ഓക്സിജനും ഹൈഡ്രജനൊക്കെ സ്വേദനം ചെയ്തിട്ട് മാറ്റിയിട്ട് കാർബണിൻ മാത്രമായിട്ട് അവശേഷിക്കപ്പെടുന്നു. അത് യഥാർത്ഥ വസ്തുവിൻ്റെ രൂപസാദൃശ്യത്തിൽ തന്നെ സംരക്ഷിക്കപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ വിളിക്കുന്ന പേരാണ് കാർബണൈസേഷൻ. ഇപ്പം 3 പ്രവർത്തനം കെമിക്കൽ ആൾട്ടറേഷനിൽ: പെർമിനറലൈസേഷൻ, റീപ്ലേസ്മെൻറ്റ്. അടുത്തത് ഇംപ്രിൻറ്റ്സ് ഓഫ് ഹാർഡ് പാർട്സ് ഇൻ സെഡിമെൻറ്റ്സ്. ഇംപ്രിൻറ്റ്സ് ഓഫ് ഹാർഡ് പാർട്സ് ഇൻ സെഡിമെൻറ്റ്സ്. ജീവികളുടെ ഏതെങ്കിലും അടയാളം അവസാദങ്ങൾക്കിടയിൽ രേഖപ്പെടുത്തുന്നു. ഈ ഒരു പ്രോസസ്സാണ് ഇംപ്രിൻറ്റ്സ് ഓഫ് ഹാർഡ് പാർട്സ് ഇൻ സെഡിമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇത് 2 രീതിയിൽ സംഭവിക്കാം. ഒന്ന് മോൾഡ് രൂപത്തിലുണ്ടാവാം, മറ്റൊന്ന് കാസ്റ്റ് രൂപത്തിലുണ്ടാകാം. മോൾഡ് രൂപത്തിലുണ്ടാവാം, കാസ്റ്റ് രൂപത്തിലുണ്ടാവാം. പല ഫോസിലുകളിലും പുറന്തോടിൻ്റെ സാന്നിധ്യമൊന്നുമില്ലാതെ അവയുടെ മുദ്ര മാത്രമായും അവയുടെ അടയാളം മാത്രമായും കാണപ്പെടാറുണ്ട്. മണ്ണടിഞ്ഞതിന് ശേഷം ദൃഢഭാഗങ്ങൾ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയിരിക്കും. പക്ഷേ ജീവികൾ ജീവിച്ചിരുന്നതിൻ്റെ തെളിവുകൾ ഈ അടയാളങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നു. ജീവികൾ പൂർണ്ണമായോ ഭാഗികമായോ അവസാദങ്ങളിൽ പതിഞ്ഞു കാണുന്നതാണ് ഫോസിൽ മുദ്രണങ്ങൾ, അല്ലെങ്കിൽ ഇംപ്രഷൻസ്, അല്ലെങ്കിൽ മോൾഡ്, ഫോസിൽ അച്ചുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ജീവികൾ പൂർണ്ണമായോ ഭാഗികമായോ അവസാദങ്ങളിൽ പതിഞ്ഞു കാണുന്നതാണ് ഫോസിൽ ഇംപ്രഷൻസ്, അല്ലെങ്കിൽ ഫോസിൽ അച്ചുകൾ, അല്ലെങ്കിൽ മോൾഡ് എന്നറിയപ്പെടുന്നത്. ഇത് 2 രീതിയിൽ ഞാൻ പറഞ്ഞു. ഒന്ന് മോൾഡ്, മറ്റൊന്ന് കാസ്റ്റ്. മോൾഡ് എന്ന് പറഞ്ഞാൽ ജീവികൾ നശിക്കുമ്പോൾ അവസാദങ്ങളിൽ രേഖപ്പെടുത്തുന്ന അടയാളങ്ങളാണ് മോൾഡ്. ഈ മോൾഡ് 2 തരത്തിൽ കാണാം. ഒന്ന് എക്സ്റ്റേണൽ മോൾഡ്, മറ്റൊന്ന് ഇന്റേണൽ മോൾഡ്. അവസാദങ്ങളിൽ അകപ്പെട്ട ജീവി സൊല്യൂഷൻ്റെ ഒക്കെ ഫലമായിട്ട് മുഴുവനായിട്ട് നഷ്ടപ്പെടുന്നു. എന്നാൽ പുറന്തോടിൻ്റെ ഭാഗം, അല്ലെങ്കിൽ പുറന്തോടിൻ്റെ ആകൃതി സംരക്ഷിക്കപ്പെടുന്നു. അങ്ങനെ പുറന്തോടിൻ്റെ ആകൃതി സംരക്ഷിക്കപ്പെടുന്നതിനെ വിളിക്കുന്ന പേരാണ് എക്സ്റ്റേണൽ മോൾഡ്. പുറന്തോടിൻ്റെ ബാഹ്യ അടയാളങ്ങൾ ശിലകളിൽ പതിഞ്ഞു കാണുന്നവയാണ് എക്സ്റ്റേണൽ മോൾഡ് എന്ന് പറയുന്നത്. പുറന്തോടിൻ്റെ ബാഹ്യ അടയാളങ്ങൾ ശിലകളിൽ പതിഞ്ഞു കാണും. അപ്പോൾ ഉള്ളിലുള്ളതൊക്കെ സൊല്യൂഷൻ്റെ ഫലമായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ളതാണ് എക്സ്റ്റേണൽ മോൾഡ്. മറ്റൊന്ന് ഇന്റേണൽ മോൾഡ്. പുറന്തോടിൻ്റെ ഉൾസവിശേഷതകൾ ശിലകളിൽ പതിഞ്ഞു കാണുന്നതാണ് ഇന്റേണൽ മോൾഡ്. ജീവിയുടെ ശരീരത്തിൻ്റെ ഉൾഭാഗമാണ് ഇവിടെ സംരക്ഷിക്കപ്പെടുന്നത്. പുറന്തോടിൽ അവസാദങ്ങൾ നിറഞ്ഞ് സംയോജിക്കപ്പെട്ട് ദൃഢീകരിച്ചതിന് ശേഷം പുറന്തോട് ദ്രവിച്ച് നഷ്ടപ്പെട്ടാണ് ആന്തരിക അച്ചുകൾ രൂപപ്പെടുന്നത്. അപ്പോൾ പുറന്തോട് ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, പക്ഷെ ഉൾഭാഗം സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ ഉൾഭാഗം സംരക്ഷിക്കപ്പെട്ടതിനെ വിളിക്കുന്ന പേരാണ് ഇന്റേണൽ മോൾഡ് എന്ന്. ഇന്റേണലോ എക്സ്റ്റേണലോ ആയ മോൾഡിൽ ഒരു പക്ഷേ ധാതുക്കളൊക്കെ അതിലടിഞ്ഞു കൂടിയിട്ട് ഉറച്ച് ഒരു ഫോസിലിൻ്റെ അതേപോലെ നമുക്ക്, അല്ലെങ്കിൽ ഏതാണോ ഫോസിൽ അതേപോലെ നമുക്ക് കാണപ്പെടും. പക്ഷെ ഫോസിൽ യഥാർത്ഥത്തിൽ അത് ഫോസിൽ ജൈവ അംശമല്ല, മറിച്ച് ധാതുക്കളുടെ ഒരു രൂപമായിരിക്കും. യഥാർത്ഥ ജീവിയുടെ ഒരു തനി സ്വരൂപമാണ് ഈ ഫോസിൽ പ്രതിമ. ഇതിനെ ഫോസിൽ പ്രതിമ എന്ന് പറയും, അല്ലെങ്കിൽ കാസ്റ്റ് എന്ന് പറയും. കാസ്റ്റ്
അതായത് ഫോസില് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, പക്ഷെ ഫോസിലിന്റെ അതേ രൂപത്തിൽ നമ്മളെ രാസവസ്തുക്കൾ അടിഞ്ഞുകൂടിയിട്ട് അത് സംരക്ഷിക്കപ്പെടുന്നു, ആ രൂപം സംരക്ഷിക്കപ്പെടുന്നു. ഒരു മോൾഡ് അത് എക്സ്റ്റേണലോ അല്ലെങ്കിൽ ഇന്റേണലോ ആയിക്കൊള്ളട്ടെ, അവസാദങ്ങളോ ധാതു നിക്ഷേപങ്ങളെയോ കൊണ്ട് നിറയ്ക്കപ്പെടുന്നതിലൂടെ ആ ജീവിയുടെ ഒറിജിനൽ സ്ട്രക്ചർ ഒരു ഫോട്ടോ കോപ്പി പോലെ സംരക്ഷിക്കപ്പെടുന്നു. ഇതിനെ കാസ്റ്റ് എന്ന് പറയുന്നു. ഇപ്പോൾ കാസ്റ്റ്, മോൾഡ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കണം. മോൾഡ് പിന്നെ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ഇന്റേണൽ മോൾഡ്, എക്സ്റ്റേണൽ മോൾഡ്. എക്സ്റ്റേണൽ മോൾഡ് എന്ന് പറഞ്ഞാൽ പുറംഭാഗം സംരക്ഷിക്കപ്പെടുക, ഇന്റേണൽ മോൾഡ് എന്ന് പറഞ്ഞാൽ ഉൾഭാഗം സംരക്ഷിക്കപ്പെടുക. കാസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഇന്റേണൽ മോൾഡോ എക്സ്റ്റേണൽ മോൾഡോ ആയിക്കോട്ടെ, അതിൽ ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, പക്ഷെ ആ രൂപം അവസാദങ്ങളോ അല്ലെങ്കിൽ ധാതു നിക്ഷേപങ്ങളെയോ കൊണ്ട് നിറയ്ക്കപ്പെടും. അങ്ങനെ നിറയ്ക്കപ്പെടുന്നതിലൂടെ ഏതാണോ ജീവി, ആ ജീവിയുടെ ഒറിജിനൽ സ്ട്രക്ചർ പോലെ തോന്നിക്കും. നമ്മൾ ഒരു ഫോട്ടോ കോപ്പി പോലെ, ഫോട്ടോ കോപ്പിയുടെ പ്രത്യേകത അറിയാം നമുക്ക്, ആ ഒറിജിനൽ രൂപത്തിന്റെ അതേപോലെ തോന്നിക്കും. അങ്ങനെയുള്ള പ്രവർത്തനം വഴി ആണ് കാസ്റ്റ് രൂപപ്പെടുന്നത്. അപ്പോൾ മോൾഡ് എന്താന്ന് പറഞ്ഞു, കാസ്റ്റ് എന്താന്ന് പറഞ്ഞു. കാസ്റ്റ്, മോൾഡ് ഈസ് ഫിൽഡ് വിത്ത് സെഡിമെന്റ് ഓർ മിനറൽ മാറ്റർ. എ കാസ്റ്റ് ഈസ് എ റെപ്ലിക്ക ഓഫ് ദ ഒറിജിനൽ. റെപ്ലിക്ക പറഞ്ഞാൽ അതേ രൂപം, ഞാൻ ഫോട്ടോ കോപ്പി എന്ന് പറഞ്ഞു, അതേ രൂപമാണ്. എക്സ്റ്റേണൽ മോൾഡ്, അതൊരു ഇന്റേണൽ മോൾഡ്. എന്താണ് മോൾഡ്? മോൾഡ് പറഞ്ഞാൽ ഇംപ്രഷൻസ് ആണ്. ആർ ദ ഇംപ്രിന്റ്സ് ഓഫ് ഓർഗാനിസംസ് ഇൻ ദ സെഡിമെന്റ്സ് ഫോംഡ് കാവിറ്റി ഇൻ ദ ഷേപ്പ് ഓഫ് ദ ഒറിജിനൽ ഫോസിൽ. ഒറിജിനൽ ഫോസിലിന്റെ അതേ രൂപത്തിൽ നമുക്ക് അതിൻ്റെ പിന്നെ തെളിവുകൾ കിട്ടുക. നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടും കിട്ടും, ചിലപ്പോൾ നമുക്ക് ഇന്റേണൽ ആയിട്ടും കിട്ടും. എക്സ്റ്റേണൽ ആണെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ മോൾഡ് എന്ന് പറയും, ഇന്റേണൽ ആണെങ്കിൽ ഇന്റേണൽ മോൾഡ് എന്ന് പറയും. ഈ എക്സ്റ്റേണലോ ഇന്റേണലോ മോൾഡിൽ സെഡിമെന്റ്സോ ഓർ മിനറൽസോ നിറയ്ക്കപ്പെട്ടിട്ട് ഫോട്ടോ കോപ്പി പോലെ തോന്നിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കാസ്റ്റ്. അടുത്തത് പ്രിസർവേഷൻ ഓഫ് അൺആൾട്ടേർഡ് സോഫ്റ്റ് പാർട്സ്. ഇതൊരു വളരെ വല്ലപ്പോഴും ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. ഇൻ റയർ സർക്കംസ്റ്റൻസസ് ചിലപ്പോൾ സോഫ്റ്റ് പാർട്സുകളും സംരക്ഷിക്കപ്പെടാം. നമ്മൾ ഇതേവരെ പഠിച്ചത് സോഫ്റ്റ് പാർട്സുകൾ സംരക്ഷിക്കപ്പെടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്, പക്ഷെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ സോഫ്റ്റ് പാർട്ടുകളും സംരക്ഷിക്കപ്പെടാം. ഇപ്പോൾ ഐസിൽ ഒക്കെ ചിലപ്പോൾ നമുക്ക് ഹിമാലയത്തിൻ്റെ ഒക്കെ ഇനി വരും കാലങ്ങളിലൊക്കെ ഏതെങ്കിലും ഒരു 10,000 വർഷമൊക്കെ ഇനിയും കഴിഞ്ഞാൽ ചിലപ്പോൾ ഹിമാലയത്തിൻ്റെ ഒക്കെ മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ചിലപ്പോൾ സോഫ്റ്റ് പാർട്സ് അടക്കം നമുക്ക് പിന്നെ കിട്ടാൻ സാധ്യത ഉണ്ട്. ഇത് ശരിക്ക് ചില ജീവജാലങ്ങൾ സോഫ്റ്റ് പാർട്സ്, ഇൻസെക്ട്സിൻ്റെ പോലുള്ള ചില ജീവജാലങ്ങളുടെയൊക്കെ സോഫ്റ്റ് പാർട്സ് പൈൻ റെസിൻസ് അല്ലെങ്കിൽ ആംബർ പോലുള്ള പദാർത്ഥങ്ങളിൽ അതേപോലെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ചില ലാർജ് വലിയ എനിമൽസൊക്കെ ഓയില്, ടാർലൈക്ക് അല്ലെങ്കിൽ അസ്ഫാൾട്ട് പോലെ പദാർത്ഥങ്ങളിൽ നമുക്ക് ചിലപ്പോൾ കാണാൻ സാധിക്കും അതേ രൂപങ്ങൾ. അതാണ് പ്രിസർവേഷൻ ഓഫ് അൺആൾട്ടേർഡ് പാർട്സ്, സോഫ്റ്റ് പാർട്സ്. അൺആൾട്ടേർഡ് ആയിട്ടുള്ള സോഫ്റ്റ് പാർട്സും ചില പ്രത്യേക സമയങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ചില അപൂർവ അവസരങ്ങളിൽ ജീവികളുടെ മൃദുല ഭാഗങ്ങളും അതേപടി സംരക്ഷിക്കപ്പെടാം, ചിലപ്പോഴൊക്കെ ഉണ്ടാവാം. ശലഭങ്ങളുടെയും ചെറിയ തവളകളുടെയും മൃദു ശരീരഭാഗങ്ങൾ പൈൻ മരങ്ങളിലെ പശകളിൽ, അതാണ് ആംബർ എന്ന് പറയുക, സംരക്ഷിച്ച് കാണാറുണ്ട്. വലിയ ശരീരമുള്ള മൃഗങ്ങൾ ചതുപ്പിലും ടാർ പോലുള്ള അസ്ഫാൾട്ടിലും അസംസ്കൃത എണ്ണയിലും മറ്റും മാറ്റം സംഭവിക്കാത്ത അവസ്ഥയിൽ കാണപ്പെടാം. ഇതാണ് അൺആൾട്ടേർഡ് ആയിട്ടുള്ള സോഫ്റ്റ് പാർട്സ്. ചിലപ്പോഴൊക്കെ ഈ രീതിയിലും സംരക്ഷിക്കപ്പെടാം. ഇനി ട്രേസ് ഫോസിൽസ് ഓർ ഇക്വിനോഫോസിൽസ്, ചലനരേഖാ ഫോസിൽസ്. പേരിൽ തന്നെ ഉണ്ട് അതിൻ്റെ ഉത്തരം. അവസാദങ്ങൾക്കിടയിൽ ജീവജാലങ്ങളുടെ പ്രവർത്തനം മൂലം രൂപപ്പെടുന്ന അടയാളങ്ങളെ ട്രേസ് ഫോസിൽസ് എന്ന് വിളിക്കാം. ജീവികളുടെ പ്രവർത്തനങ്ങൾ അവസാദങ്ങളിൽ അടയാളങ്ങളായി കാണപ്പെടുന്നവയാണ് ഇവ. ഇത്തരം ജൈവ പ്രവർത്തനങ്ങളുടെ തെളിവുകൾ ശിലകളിൽ പതിഞ്ഞ് കാണുന്നതാണ്. ഇതിനെ ഇഗ്നോഫോസിൽ എന്ന് വിളിക്കാം. അവസാദങ്ങളിൽ ഇഴയുമ്പോഴോ തുരങ്കങ്ങൾ സൃഷ്ടിക്കുമ്പോഴും ചില ചലനങ്ങളിലൂടെ ഫോസിലുകളുടെ അടയാളങ്ങൾ നമുക്ക് ലഭിക്കുന്നു. കാൽപ്പാടാവാം, ഇഴഞ്ഞ പാടാവാം, തുരന്ന പാടാവാം. ഇതൊക്കെ
ഫോസിലുകൾക്ക് സമാനമാണ്, ഫോസിലുകൾ ഉണ്ട് എന്നതിൻ്റെ തെളിവാണ്. അതിൽ നിന്ന് നമുക്ക് ഒരുപാട് വിവരങ്ങൾ ലഭിക്കും. ചില സന്ദർഭങ്ങളിൽ ജന്തുജീവികളുടെ കാൽപ്പാട് മാത്രം അവയുടെ ഭൂതകാല നിലനിൽപ്പിൻ്റെ തെളിവായി കാണപ്പെടാറുണ്ട്. ഉദാഹരണത്തിന് പലപ്പോഴും ഈ ഡിനോസറുകളൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. കാൽപ്പാടുകളാണ് അവയുടെ എല്ലിനേക്കാൾ കൂടുതലായി ഫോസിൽ രൂപത്തിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഡൈനോസറുടെ ഫോസിലുകളുടെ രൂപത്തിൽ ചിലപ്പോൾ നമുക്ക് എല്ലൊന്നും കിട്ടിയില്ല എന്ന് വരും. ചിലപ്പോൾ കാൽപ്പാടുകൾ കിട്ടും. ചില പ്രത്യേക സ്ഥലങ്ങളിൽ പതിഞ്ഞ അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങളിൽ നിന്നും ഡിനോസറാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് നമുക്ക് പറയാൻ സാധിക്കും. ഇന്ന് കാര്യം മനസ്സിലാക്കേണ്ടത്, പണ്ട് ജീവിച്ചിരുന്ന എല്ലാ ജീവജാലങ്ങളുടെയും ഫോസിലുകൾ നമുക്ക് കിട്ടിക്കൊള്ളണം നിർബന്ധമൊന്നുമില്ല. ഞാൻ പറഞ്ഞ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അത് ഫോസിലുകൾ ഉണ്ടാവാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇനി അത് രൂപീകൃതമാവണമെങ്കിൽ ഇത്തരം പ്രോസസ്സിലൂടെ പിന്നെ കടന്നു പോകണം. അങ്ങനെ ആയാൽ മാത്രമേ നമുക്ക് എല്ലാ ജീവജാലങ്ങളിലും ഫോസിലുകൾ കിട്ടുള്ളൂ. ഇപ്പോഴും നമുക്ക് ഭൂമിയിൽ ഉണ്ടായ ജീവജാലങ്ങളുടെ മുഴുവൻ ഫോസിലുകൾ കിട്ടിയിട്ടില്ല. വരും കാലങ്ങളിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. സിഗ്നിഫിക്കൻസ് ഓഫ് ഫോസിൽസ് ഇൻ സ്ട്രാറ്റിഗ്രഫി. സ്ട്രാറ്റിഗ്രഫിയിൽ ഫോസിലുകൾക്കുള്ള പ്രാധാന്യം ഞാൻ കുറച്ച് മുന്നേ അത് വിശദീകരിച്ചതാണ്, അല്ലെങ്കിൽ ഫോസിലുകളെ കുറിച്ച് പറഞ്ഞത് തന്നെയാണ്. ഫോസിലുകളും സ്ട്രാറ്റയും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് വിശദീകരിക്കാൻ സാധിക്കും. സ്ട്രാറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലെയർഡ് റോക്സ് ആണ്. വെതറിങ്, ഇറോഷൻ, ട്രാൻസ്പോർട്ടേഷനൊക്കെ മൂലം സെഡിമെൻറ്റ്സ് ഉണ്ടാക്കുന്നു. ആ സെഡിമെൻറ്റ്സ് ഓരോ കാലഘട്ടത്തിലും അനുയോജ്യമായ സാഹചര്യങ്ങളിൽ താണ പ്രദേശങ്ങളിൽ ലെയറുകളായിട്ട് കാണപ്പെടുന്നു. സ്വാഭാവികമായിട്ടും ആ ലെയറുകളെ വിളിക്കുന്ന പേരാണ് സ്ട്രാറ്റ. ആ സ്ട്രാറ്റയിൽ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഫോസിലുകൾ ഉണ്ടായിരിക്കും. ഇതിനൊന്നിനും ഇതേ മറ്റൊന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് സ്ട്രാറ്റിഗ്രഫിക് കോളം. ഈ സ്ട്രാറ്റിഗ്രഫിക് കോളംസ് വഴി നമുക്ക് പിന്നെ പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന ജീവജാലങ്ങളെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കും. സ്ട്രാറ്റിഗ്രഫിക് കോളം ഉപയോഗിച്ച് നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കും. മേപ്പബിൾ ആയിട്ടുള്ള ലിത്തോളജിക്കൽ ആയിട്ടുള്ള യൂണിറ്റുകളെ നമുക്ക് പറയാം ഫോർമേഷൻ എന്ന് പറയാം. ഭൂപടത്തിൽ പ്രതിനിധാനം ചെയ്ത് രേഖപ്പെടുത്താവുന്ന സ്ട്രാറ്റിഗ്രാഫിക് കോളമുകളെ അവയുടെ ശിലാ സ്വഭാവത്തിനനുസരിച്ച് വർഗീകരിക്കാവുന്ന ഏകകങ്ങൾ, അങ്ങനെയുള്ള പിന്നെ യൂണിറ്റുകളെ നമുക്ക് ഫോർമേഷൻ എന്ന് പറയാം. പറഞ്ഞു വർക്കല ഫോർമേഷൻ, കുറച്ച് മുന്നേ പറഞ്ഞു കൊയിലൻ ഫോർമേഷൻ, ഇതുപോലെ ഉണ്ട് കടപ്പ ഫോർമേഷൻ, ഒരുപാടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ലോകത്തിലൊക്കെ ഒരുപാട് ഫോർമേഷനുകളൊക്കെ ഉണ്ട്. അതൊക്കെ വരും കാലങ്ങളിൽ ഡിഗ്രിക്കൊക്കെ എത്തിയാൽ നിങ്ങൾ കൂടുതൽ വിശദമായിട്ട് പഠിക്കും. അതുപോലെ തന്നെ ലിത്തോസ്ട്രാറ്റിഗ്രഫി ഒക്കെ മനസ്സിലാക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഈ സ്ട്രാറ്റിഗ്രഫിയിൽ നമുക്ക് ഫോസിലുകൾ സഹായിക്കുന്നുണ്ട്. പ്രായം കണ്ടുപിടിക്കാൻ, ഒരു സ്ട്രാറ്റയുടെ പ്രായം കണ്ടുപിടിക്കാൻ നമുക്ക് സഹായിക്കുന്നുണ്ട്. ഫോസിലുകളുടെ പ്രായം നമുക്ക് വിവിധ രീതികളിലൂടെ കണ്ടുപിടിക്കാം. കാർബൺ ഡേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പ്രവർത്തനങ്ങളുണ്ട്. അതുവഴി ഫോസിലുകളുടെ പ്രായം കണ്ടുപിടിക്കാം. അതുവഴി ആ സ്ട്രാറ്റയുടെ പ്രായം കണ്ടുപിടിക്കാം. അങ്ങനെ ഒരു ഭാഗത്തുള്ള ശിലാവിഭാഗത്തെ മറ്റൊരു ഭാഗത്തുള്ള ശിലാവിഭാഗവുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കും. ഇനി എസ്റ്റാബ്ലിഷിംഗ് ജിയോളജിക് ടൈം ഭൂവൈജ്ഞാനിക കാലഘട്ടത്തെ സ്ഥാപിക്കൽ. എങ്ങനെയാണ് പണ്ടുണ്ടായിരുന്ന കാലഘട്ടത്തെ നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കുക? സ്ട്രാറ്റിഗ്രഫിയിൽ പ്രധാനമായിട്ടും രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ഒന്ന് ടൈം ആൻഡ് ദ റോക്ക് റെക്കോർഡ്. റോക്ക് റെക്കോർഡ് ചെയ്യുന്ന സമയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അത് ഞാൻ പറഞ്ഞത് ഓരോ ലെയറുകളായിട്ടാണ് ഉണ്ടാവുക. ആ ഫോം ചെയ്യുന്നതിന് പ്രാധാന്യമുണ്ട്, അതിൻ്റെ ടൈമിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ ജിയോളജിക്കൽ ടൈം എന്ന് പറഞ്ഞത് 4.6 ബില്യൺ ഇയേഴ്സ് എഗോ ടു ടുഡേ. 4.6 ബില്യൺ ഇയേഴ്സ് അല്ലെങ്കിൽ 4600 ദശലക്ഷം വർഷം മുതൽ ഇന്ന് വരെയുള്ള ഈ നിമിഷം വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ ജിയോളജിക്കൽ ടൈം എന്ന് പറയുക. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഇവൻസ് വെച്ചിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പഠിച്ചത് ഓർമ്മ ഉണ്ടാവും. ഈ യോണുകൾ, ഇറ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പീരിയഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാംബ്രിയൻ, ഓർഡോവിഷൻ, സിലൂറിയൻ, ഡിവോണിയൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. ജിയോളജിക്കൽ ടൈം സ്കെയിൽ ഒഴിവ് സമയത്ത് നമ്മൾ കഴിഞ്ഞ വർഷത്തെ ആ ജിയോളജിക്കൽ ടൈം സ്കെയിലൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ദ ടൈം ഈസ് കണ്ടിന്യൂസ് ആൻഡ് ഹാസ് നോ ബ്രേക്സ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ 4.6 ബില്യൺ ഇയേഴ്സ് മുന്നെയാണ് ഭൂമി ഉണ്ടായത്. അന്ന് മുതൽ ഇന്ന് വരയ്ക്ക് ഭൂമിക്ക് പ്രായത്തിൽ ബ്രേക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ
ഭൂമിയിൽ ഉണ്ടാകുന്ന പ്രോസസ്സുകൾക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ടാവും, അതിൽ ബ്രേക്സ് ഉണ്ടായിട്ടുണ്ടാവും, അതിൽ ചില സമയത്ത് ഉണ്ടായിട്ടുണ്ടാവില്ല, ചില സമയത്ത് വളരെയധികം ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മളുടെ പ്രായം, ഇപ്പോൾ നിങ്ങളുടെ പ്രായം ഇപ്പോൾ 18 വയസ്സായ അല്ലെങ്കിൽ പിന്നെ ഒരു 18 വയസ്സായ ആളുടെ കാലഘട്ടത്തിൽ അതാണ് അയാളുടെ ടൈം എന്ന് പറഞ്ഞത്. അതിനിടയ്ക്ക് ചിലപ്പോൾ 5ാം ക്ലാസ്സിൽ ചിലപ്പോൾ അയാൾ പനി പിടിച്ചിട്ടോ അല്ലെങ്കിൽ അസുഖം പിടിച്ചിട്ടോ അവർ പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അത് എന്താ പറയുക, അത് ബ്രേക്കാണ്. അതേസമയം ആ കുട്ടിയുടെ ജീവിതം എന്ന് പറയുന്നത് 18 വയസ്സായിരിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഇത്ര കാലത്തുള്ള ജീവിതത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ബ്രേക്ക് ഉണ്ടായി, ഇപ്പോൾ ഈ കൊറോണ കാലം, അതൊരു ബ്രേക്കാണ്. പക്ഷെ കാലത്തിന് ബ്രേക്ക് ഇല്ല. നമ്മുടെ ഒരു വയസ്സ് കൂടിയിട്ടുണ്ടാവും എല്ലാവരുടെയും. ഈ കൊറോണ കാലമാണെന്ന് പറഞ്ഞാൽ വയസ്സ് കുറയില്ല. പക്ഷേ നമുക്ക് ബാക്കിയുള്ളതൊക്കെ പഠനവുമായി ബന്ധപ്പെട്ടത്, നമ്മൾ ടൂർ പോകുന്നതുമായി ബന്ധപ്പെട്ടത്, നമ്മൾ പിന്നെ സംസാരിക്കുന്നത്, നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിൽ ഒക്കെ ഈ ഒരു വർഷം ചിലപ്പോൾ എന്തുണ്ടാവും, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ല, ചിലതുണ്ടാവും. അതുപോലെ ടൈം കണ്ടിന്യൂസ് ആണ്, ആൻഡ് ഹാസ് നോ ബ്രേക്സ്. ജിയോളജിക്കൽ ടൈം യൂണിറ്റ്സും ക്രോണോളജിക്കൽ ടൈം യൂണിറ്റും, അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്. ജിയോളജിക്കൽ ടൈം യൂണിറ്റ് എന്ന് പറയണമെങ്കിൽ അതിന് മാറ്റമില്ല, അത് 4.6 ബില്യൺ ഇയേഴ്സ് മുതൽ ഇന്ന് വരെയുള്ളതാണ്. അതിലാണ് ഫോസിൽ സ്പീഷീസ് ആൻഡ് കറസ്പോണ്ടിങ് പീരിയഡ്സ് ഓഫ് ദ എർത്ത് ഹിസ്റ്ററി. ഞാൻ പറഞ്ഞു അത് ഫോസിൽ സ്പീഷീസ് ആൻഡ് കറസ്പോണ്ടിങ് പീരിയഡ്സ് ഓഫ് ദ എർത്ത് ഹിസ്റ്ററി. Geological time scale is based on the appearance and disappearance of fossil species throughout the stratigraphic record. അതിൽ പ്രധാനമായിട്ടുള്ള ചില ജീവജാലങ്ങൾ ഉണ്ടായ കാലഘട്ടമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഏജസ് ഓഫ് ഓർഗാനിസംസ്. മനുഷ്യരുണ്ടായത് ക്വാട്ടർണറി പീരീഡിലാണ്. ഏജ് ഓഫ് മാമൽസ്, സസ്തനികൾ ഉണ്ടായത് പ്രസവിക്കാൻ കഴിവുള്ള ജീവജാലങ്ങളാണ് സസ്തനികൾ എന്ന് പറയുന്നത്. അതുണ്ടായിരിക്കുന്നത് സീനോസോയിക് കാലഘട്ടത്തിലാണ്. ഏജ് ഓഫ് റെപ്റ്റൈൽസ്, ഉരകങ്ങൾ, ഇഴജന്തുക്കൾ ഉണ്ടായിരിക്കുന്നത് മീസോസോയിക് കാലഘട്ടത്തിലാണ്. ഏജ് ഓഫ് കോൾ ഉണ്ടായിരിക്കുന്നത്, നമ്മൾ പഠിച്ചിട്ടുണ്ട് കോൾ 1ാമത്തെ ചാപ്റ്ററിൽ, കോൾ ഉണ്ടായിരിക്കുന്നത് കാർബോണിഫറസ് കാലഘട്ടത്തിലാണ് ഉണ്ടായി തുടങ്ങിയത്. ഏജ് ഓഫ് ആംഫീബിയൻസ്, ഉഭയജീവികൾ ഉണ്ടായത് കാർബോണിഫറസ് മുതൽ പെർമിയൻ വരെയുള്ള കാലഘട്ടങ്ങളിലാണ്. ഫ്രോഗൊക്കെ, തവളയൊക്കെ ഉഭയജീവിയാണ്. ഏജ് ഓഫ് ഫിഷസ്, മത്സ്യം ഉണ്ടായിരിക്കുന്നത് സിലോറിയൻ ആൻഡ് ഡെവോണിയൻ കാലഘട്ടത്തിലാണ്. ഏജ് ഓഫ് മറൈൻ ഇൻവെർട്ടിബ്രേറ്റ്സ്, മറൈൻ ആയിട്ടുള്ള ഇൻവെർട്ടിബ്രേറ്റ്സ് ഉണ്ടായിരിക്കുന്നത് വെർട്ടിബ്രേറ്റും ഇൻവെർട്ടിബ്രേറ്റും ഉണ്ട്. വെർട്ടിബ്രേറ്റ് ആൻഡ് ഇൻവെർട്ടിബ്രേറ്റ്, അത് കാംബ്രിയൻ ആൻഡ് ഓർഡോവിഷൻ കാലഘട്ടങ്ങളിലാണ്. നട്ടെല്ലില്ലാത്തത്, നട്ടെല്ലുള്ളത്, അങ്ങനെ 2 വിഭാഗമുണ്ട്, വെർട്ടിബ്രേറ്റ് ആൻഡ് ഇൻവെർട്ടിബ്രേറ്റ്സ്. അത് ഒക്കെ ആ കാലഘട്ടം കാംബ്രിയൻ ആൻഡ് ഓർഡോവിഷൻ കാലഘട്ടമാണ്. ഏജ് ഓഫ് മറൈൻ ഇൻവെർട്ടിബ്രേറ്റ്സ് വരെ നട്ടെല്ലില്ലാത്ത, ഞാനവിടെ നട്ടെല്ല്, അത് വെർട്ടിബ്രേറ്റ്സിൻ്റെ മലയാളാക്കിയതാണ്. നട്ടെല്ലില്ലാത്ത നട്ടെല്ലില്ലാത്ത മറൈൻ ജീവജാലങ്ങളുടെ കാലഘട്ടം എന്ന് പറയുന്നത് കാംബ്രിയൻ ആൻഡ് ഓർഡോവിഷൻ കാലഘട്ടമാണ്. ഈ കാലഘട്ടങ്ങളൊന്നും മനസ്സിലാക്കുക. അതാണ് ഫോസിൽ സ്പീഷീസും കറസ്പോണ്ടിങ് പീരിയഡ്സ് ഓഫ് എർത്ത് ഹിസ്റ്ററിയിലെ പിന്നെ എന്താണ് സമയം തമ്മിലുള്ള ചെറിയൊരു ഒരു താരതമ്യമാണ്. ഇതാണ് നേരത്തെ അവിടെ എഴുതിയത്, നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ക്രോണോസ്ട്രാറ്റിഗ്രാഫിക് യൂണിറ്റ്സ്, ടൈം റോക്ക് യൂണിറ്റ്. ക്രോണോസ്ട്രാറ്റിഗ്രാഫിക് യൂണിറ്റും ജിയോ ക്രോണോളജിക് യൂണിറ്റ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചു. ഭൂമി ഉണ്ടായ കാലഘട്ടം മുതൽ, അതായത് ഭൂമി ഉണ്ടായ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4600 ദശലക്ഷം വർഷം തുടങ്ങിയിട്ട് ഇന്ന് വരെയുള്ള കാലഘട്ടം. അതിന് ബ്രേക്ക് ഇല്ല പറഞ്ഞു. അതാണ് ജിയോ ക്രോണോളജിക് യൂണിറ്റ് എന്ന് പറയുന്നത്. ജിയോ ക്രോണോളജിക് കാലഘട്ടം അതാണ് ഇയോണുകൾ. അതിലേറ്റവും വലിയ യൂണിറ്റിന് ഇയോൺ എന്ന് പറയും. ഇയോണുകളെ ഇറകളായി തിരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം പഠിച്ചാണ് ജിയോളജിക്കൽ ടൈം സ്കെയിൽ. അത് തന്നെയാണ് ജിയോ ക്രോണോളജിക് യൂണിറ്റ്. പീരിയഡ്, ഇപ്പോക്ക്, ഏജ്. ചെറിയ യൂണിറ്റിന് ഏജ് പറയാം, പിന്നെ അതിൻ്റെ മുകളിൽ ഇപ്പോക്ക്, പിന്നെ പീരിയഡ്, പിന്നെ ഇറ, പിന്നെ ഇയോൺ. ഇതാണ് ജിയോ ക്രോണോളജിക്കൽ യൂണിറ്റ്. ജിയോളജിക്കൽ ടൈം യൂണിറ്റ് ഇത് ബ്രേക്ക് ഇല്ലാത്തതാണ്. ശരിക്കും ഭൂമി അന്നുണ്ടായ മുതൽ ഇന്ന് വരെയുള്ളതാണ്. ഓക്കെ, ഈ കാലഘട്ടവുമായി സാമ്യമുള്ള പിന്നെ ചില ടേംസ് ആണ് ക്രോണോസ്ട്രാറ്റിഗ്രാഫിക് യൂണിറ്റ്. ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ശിലകളെ കുറിച്ചിട്ടുള്ള ചില ശിലകളെ അല്ലെങ്കിൽ ശിലാപടലങ്ങളുടെ യൂണിറ്റുകളാണ്. ഇയോൺ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള സ്ട്രാറ്റിഗ്രാഫി അല്ലെങ്കിൽ സ്ട്രാറ്റകളുടെ യൂണിറ്റിന് നമുക്ക് ഇയോൺതം പറയാം. ഇയോൺതം. ഇറ സമാനമായിട്ടുള്ള കാലഘട്ടത്തെ
സ്ട്രാറ്റിഗ്രാഫിയുള്ള കാലഘട്ടത്തെ നമുക്ക് പറയാം ഇറാത്തം എന്നുവെച്ചാൽ ഇറാത്തത്തിന് സമാനമാണ്. പീരിയഡ് സിസ്റ്റത്തിന് സമാനമാണ്. ഇപ്പോക്ക് സീരീസിന് സമാനമാണ്. ഏജ് സ്റ്റേജിന് സമാനമാണ്. അപ്പോൾ ബ്രേക്ക് ഇല്ലാത്തത് ഇയോൺ എന്ന് പറയാം. നമുക്ക് ഇയോൺ, ഇറ, പീരിയഡ്, ഇപ്പോക്ക്, ഏജ്. ഇത് ജിയോളജിക്കൽ ടൈം യൂണിറ്റ് ആണ്. ഇതിന് സമാനമായിട്ടുള്ള സ്ട്രാറ്റിഗ്രാഫിക് യൂണിറ്റ് ആണ് ഇയോൺതം, ഇറാത്തം, സിസ്റ്റം, സീരീസ്, സ്റ്റേജ്. അടുത്തത് കോറിലേഷൻ. കോറിലേഷന് മുന്നേ ഒന്നുകൂടി പറഞ്ഞതാണ്, ഒന്നുകൂടി വിശദീകരിക്കാം. കോറിലേഷൻ is the process of determining the age relationship between geographically widely separated rock units. അതാണ് കോറിലേഷൻ. കോറിലേഷൻ താരതമ്യം ചെയ്യാന്ന് പറയും. ഭൂമിയിലെ വ്യത്യസ്ത സ്ഥലങ്ങളിലെ ശിലാപാളികൾ തമ്മിലുള്ള പരസ്പര ബന്ധം മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്ന പദമാണ് കോറിലേഷൻ. ഭൂമിയുടെ ചരിത്രത്തെക്കുറിച്ചും ഫോസിലുകളുടെയും ശിലകളുടെയും താരതമ്യ പഠനത്തിനും ഈ കോറിലേഷൻ, ഒരു പ്രദേശത്തെ ശിലാശ്രേണിയും മറ്റൊരു പ്രദേശത്തെ ശിലാശ്രേണിയും തമ്മിലുള്ള പരസ്പര ബന്ധം സ്ഥാപിക്കുന്ന പ്രക്രിയയാണ് ശിലാബന്ധ പ്രക്രിയ അല്ലെങ്കിൽ കോറിലേഷൻ. ഒരു പ്രദേശത്തിലുള്ള ശിലാശ്രേണി എന്ന് ഉദ്ദേശിക്കുന്നത് റോക്ക് സ്ട്രാറ്റയുടെ സക്സഷൻ പറഞ്ഞ ശ്രേണി, ഒന്നിനു മീതെ മറ്റൊന്നായിട്ട് കാണുന്ന ലെയറുകൾ. മറ്റൊരു പ്രദേശത്തെ ശിലാശ്രേണി, മറ്റൊരു പ്രദേശത്തെ ഇതേപോലെ സ്ട്രാറ്റകളുടെ കൂട്ടം അല്ലെങ്കിൽ ലെയർ, അതിന്റെ അടരുകൾ, ഇവ തമ്മിലുള്ള പരസ്പര ബന്ധം സ്ഥാപിക്കുന്ന പ്രക്രിയയാണ് കോറിലേഷൻ. കോറിലേഷനിലൂടെ ഫോസിലുകൾ തമ്മിലുള്ള കമ്പാരിസൺ നമുക്ക് സഹായിക്കും. അവയുടെ പ്രായത്തെക്കുറിച്ചിട്ടുള്ള വിവരം ലഭിക്കും. വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഉള്ള ഒരേ കാലഘട്ടത്തിൽ ജീവിച്ച ജീവജാലങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വിവരം നമുക്ക് ലഭിക്കും. അതാണ് കോറിലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ സെയിം കൈൻഡ്സ് ഓഫ് ഫോസിൽസ് ഇൻ റോക്സ് ഇൻ ഡിഫറെന്റ് പ്ലേസസ്. റോക്സ് ആർ ദ സെയിം ഏജ്. ഇതിനെക്കുറിച്ചിട്ടുള്ള വിവരം ലഭിക്കാൻ കോറിലേഷൻ സഹായിക്കും. ഫോസിൽ അസംബ്ലേജസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ വേൾഡ് വൈഡ് കോറിലേഷൻ ഓഫ് റോക്സ്. അതുകൊണ്ട് തന്നെ അന്തർദേശീയ തരത്തിൽ നമുക്ക് ശിലകളെ കമ്പയർ ചെയ്യാൻ, താരതമ്യം ചെയ്യാൻ ഈ കോറിലേഷൻ എന്ന് പറയുന്ന പ്രക്രിയ സഹായിക്കുന്നുണ്ട്. ജിയോളജിക്കൽ റെക്കോർഡ്സ്. എന്തൊക്കെയാണ് ജിയോളജിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നത് നോക്കാം. ഇനി ജിയോളജിക് റെക്കോർഡ്സ്. മെനി ഫീച്ചേഴ്സ് ഓഫ് ദ റോക്സ് സെർവ് ആസ് എ റെക്കോർഡ്സ് ഓഫ് പാസ്റ്റ് ഇവന്റ്സ് ഇൻ എർത്ത് ഹിസ്റ്ററി. ഈ എർത്ത് ഹിസ്റ്ററിയിൽ ഇവൻസുകളാണ് റെക്കോർഡ് ചെയ്യപ്പെടേണ്ടത്. ആ ഇവൻസുകളെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇവൻസുകൾക്ക് ഓരോ കാലഘട്ടം ഉണ്ടാകും. അതുവഴി ആ കാലഘട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ആ കാലഘട്ടം വഴി ആ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ശിലകൾ ഫോം ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഒരു പ്രദേശത്തെ ശിലയെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് ഫോം ചെയ്തതെന്ന് നമുക്ക് പിന്നെ മനസ്സിലാക്കാൻ കഴിയും. ആ കാലഘട്ടത്തിലെ ഫോസിലുകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ കാലത്തുണ്ടാകുന്ന ഇവൻസ് സംഭവങ്ങളെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ സംഭവങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് ചോദിക്കാം. ജിയോളജിക്കലായിട്ടുള്ള സംഭവ വികാസങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് സംഭവ വികാസങ്ങളുണ്ട്. നമുക്ക് ദൈനംദിനം ഇന്ന് കാണുന്നുണ്ട് ഇറോഷൻ നമ്മൾ കാണുന്നുണ്ട്, മണ്ണൊലിപ്പ് നമ്മൾ കാണുന്നുണ്ട്, സെഡിമെന്റേഷൻ മണ്ണ് വന്ന് കൂടുന്നത് നമ്മൾ കാണുന്നുണ്ട്, ലാൻഡ് സ്ലൈഡുകൾ കാണുന്നുണ്ട്, മണ്ണിടിച്ചിൽ കാണുന്നുണ്ട്, എർത്ത് കാണുന്നുണ്ട്. നമുക്ക് ഇന്ന് തന്നെ അറിയാം. അതുപോലെ തന്നെ മറ്റൊന്നാണ് മീറ്റിയോറൈറ്റ് ഇമ്പാക്ട്. അതായത് മീറ്റിയോറൈറ്റ് പറഞ്ഞാൽ അറിയണ്ടാവും, കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്. ഉൽക്കകളുടെ ഇമ്പാക്ട് വന്ന് വീണിട്ട് ചില മാറ്റങ്ങൾ ഭൂമിയുടെ ചില ഉപരിതലത്തിലൊക്കെ ഉണ്ടാകുന്നത്. അത് വളരെയധികം പഠനാർഹമായ ഒരു വിഭാഗം തന്നെയാണ് മീറ്റിയോറൈറ്റ് ഇമ്പാക്ട്. വോൾക്കാനിക് ഇറപ്ഷൻ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, ലാവാ ഫ്ലോസ്, അങ്ങനെയാണ് ഇഗ്നിയസ് റോക്ക് ഉണ്ടാകുന്നത്. വോൾക്കാനിക് ഇറപ്ഷൻസ്, ലാവാ ഫ്ലോസ്, മൗണ്ടെയിൻ ബിൽഡിംഗ് പ്രോസസ് കഴിഞ്ഞ വർഷം പഠിച്ച നമ്മൾ. മൗണ്ടെയിൻ ബിൽഡിംഗ് പ്രോസസ്, എർത്ത് ക്വേക്സ്, ഇറോഷൻ, സെഡിമെന്റേഷൻ, സ്ലോ മൂവ്മെന്റ് ഓഫ് കോണ്ടിനൻസ്, മൂവ്മെന്റ്സിന്റെ കോണ്ടിനൻസിന്റെ വൻകരകളുടെ ചെറിയ രീതിയിലുള്ള ചലനം. ഇതൊക്കെ നമ്മൾ ഡൈനാമിക്സ് എന്ന് പറയുന്ന ഭാഗത്ത് കഴിഞ്ഞ വർഷം ലാസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഫോർമേഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ഓഷ്യൻ ബേസിൻ. ചില ഓഷ്യൻ ബേസിൻസ് ഉണ്ടാകുന്നുണ്ട്, ചിലത് നശിക്കുന്നുണ്ട്. അതൊക്കെ പ്ലേറ്റ് ടെക്ടോണിക്സ് നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ വർഷം. ഗ്ലാസിയേഷൻസ്,
മഞ്ഞുണ്ടാകുന്ന പ്രവർത്തനം, അതുകൊണ്ട് ചില സമയത്ത് മഞ്ഞ് ഉണ്ടാകുന്നുണ്ട്, ചില സമയത്ത് മഞ്ഞ് ഉരുകുന്നുണ്ട്. ഇതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ക്ലൈമാറ്റിക് ചേഞ്ചസ് ഉണ്ട്. എവല്യൂഷൻ ആൻഡ് എക്സ്റ്റൻഷൻസ് ഓഫ് കൗണ്ട്ലെസ് ഫോംസ് ഓഫ് ലൈഫ്. കുറേ ജീവജാലങ്ങൾ എവല്യൂഷൻ അതിൻ്റെ എന്താ പറയുക, അതിങ്ങനെ രൂപീകരിച്ച് വരുന്നതുണ്ട്. ചിലതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇല്ലാതെയായിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഡൈനോസറോ 200 ദശലക്ഷം വർഷം മുന്നേ ഉണ്ടായിരുന്ന ജീവജാലമായിരുന്നു, പക്ഷെ ഇപ്പം അത് കാണുന്നില്ല. ഇങ്ങനെ പുതുതായിട്ട് ചില ജീവജാലങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്, ചിലതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് ജിയോളജിക്കൽ റെക്കോർഡ്സ് എന്ന വിഭാഗത്തിൽ വരുന്നത്. റോക്ക് സ്ട്രാറ്റാർ സ്റ്റോണി ബുക്ക് പ്രസൻറ്റിങ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ എർത്ത്. അപ്പോൾ ശിലയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ വെറുതെ നമ്മൾ കല്ലുകളെക്കുറിച്ച് പഠിക്കുന്നതല്ല. റോക്ക് സ്ട്രാറ്റ ആർ എ സ്റ്റോണി ബുക്ക് പ്രസൻറ്റിങ് ദ ഹിസ്റ്ററി ഓഫ് ദ എർത്ത്. ഹിസ്റ്ററി ഓഫ് ദ എർത്തിനെ കുറിച്ച് പഠിക്കാൻ ഏറ്റവും സഹായിക്കുന്ന ഒരു ടൂളാണ്, ഒരു സാധനമാണ് ശില എന്ന് പറഞ്ഞത്. ശില ഉദ്ദേശിക്കുന്നത് നമ്മൾ റോക്ക് സ്ട്രാറ്റയാണ്. അപ്പോൾ റോക്ക് സ്ട്രാറ്റയെ കുറിച്ചിട്ട് ഉള്ള വിവരം ജിയോളജിക് റെക്കോർഡ്സിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ് ജിയോളജിക്കൽ റെക്കോർഡ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, താങ്ക് യു.